ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആമ്പൽ നടുന്ന ഒരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നടുന്നത്, അതായത് നമ്മളൊരു 5-6 രീതിയിൽ നടാറുണ്ട്. അതിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 6 ഇഞ്ചിൻ്റെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു 100 രൂപേൻ്റെ ഒരു ബേസനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പോട്ടി മിക്സ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പകുതി നമ്മൾ എന്ത് ചെയ്യും, ചാണാപ്പൊടി മിക്സ് ചെയ്യും. പൊടിയല്ല, മഴ പെയ്തുകൊണ്ട് ഇച്ചിരി കുഴഞ്ഞ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചാണാ മിക്സ് ചെയ്യും. അതിൻ്റെ ബാക്കി നമ്മൾ എന്ത് ചെയ്യും, നല്ല കറുത്ത മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിലാണ് നടുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ചട്ടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മളത് ആദ്യം തന്നെ ചാണകം എടുക്കുകയാണ് കേട്ടോ. ചാണകം എടുത്തിട്ട് നമ്മളെ ചട്ടിയിലോട്ടൊരു പകുതിയോളം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം ആദ്യം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാണകം നമ്മൾ പകുതി സെറ്റ് ചെയ്ത് തരണ്ട്. ഇനി നമ്മളിത് മണ്ണാണ് കേട്ടോ, മണ്ണ് ഇടാനായിട്ട് പോവാണ്. ചട്ടി മുഴുവനായിട്ട് നമ്മൾ മണ്ണ് വെച്ച് ഫില്ല് ചെയ്യും കേട്ടോ. ഈ ചാണാൻ ഒരിക്കലും നമ്മുടെ ബേസനിലെ വെള്ളത്തിലോട്ട് മിക്സ് ആവാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം ടൈറ്റ് ആയിട്ട് അമർത്തി വെച്ച് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ ചട്ടിയിൽ നടുന്നവർ, എങ്ങനെ നടുന്നവരായാലും മാക്സിമം അമർത്തി വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇത് ചട്ടിയിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആമ്പൽ നടാനായിട്ട് ഇതേപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നടാനുള്ള ആമ്പൽ നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് മിക്രാന്ത ബ്ലൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇന്ന് പോട്ടിലോട്ട് നടാൻ പോണേ. ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ കൊറിയർ അയക്കുന്ന ഈ ഒരു സൈസിലാണ്. അപ്പോൾ ഈ ഒരു കറക്റ്റ് ആ ഒരു സെന്റർ പോർഷനില്ല, ആ ഒരു പോർഷനിലോട്ട് ഇതിന്റെ റൂട്ട് ഇച്ചിരി താത്തി കൊടുക്കുക, കുറച്ചധികം താത്തി കൊടുക്കുക. റൂട്ട് ഇത്രയും നീളത്തിൽ നിർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് വേണം ഇതിന്റെ ഒരു ഇത്രയും കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി അതേപടി നട്ടങ്ങോട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ബേസലിൽ നമ്മൾ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഒന്നും ചെയ്യാനില്ല, ഈ ആമ്പൽ പയ്യാണ് കുറച്ച് സ്ലോ ആയിട്ട് നമ്മുടെ ബേസലിലോട്ട് അങ്ങ് ഇറക്കി അങ്ങ് വെച്ചാൽ മതി കേട്ടോ. ചെറിയ രീതിയിൽ കലങ്ങും, പക്ഷെ അത് കുഴപ്പമില്ല, അത് വേഗം തെളിഞ്ഞ് വന്നോളൂ. ഓക്കെ, അപ്പോൾ ഈ ഫ്ലവർ ഒന്ന് നേരെ വരാനായിട്ട് എങ്ങനെയായാലും ഒരു 2 ദിവസം എടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി.